ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിൽഡർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന CCTV ക്യാമറേൻ്റെ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിലിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് TP ലിങ്കിൻ്റെ 2-way ഓഡിയോ ഉള്ള IP ക്യാമറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഫിറ്റിങ്, പിന്നെ ഏത് ടീമാണ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്, ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഇൻസ്റ്റലേഷനും കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഒരു കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഏകദേശം എത്ര കോസ്റ്റായി, പിന്നെ അതുപോലെ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ മെൻഷൻ ചെയ്യാം. എനിക്കൊന്ന് ക്യാമറ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകാരമാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് രണ്ടും അല്ലേ? ഇത് മറ്റേ ഫ്രണ്ടിലേക്ക് വരുന്നല്ലേ? ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക് ആയിരുന്നു. നമ്മള് ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക്. റൈറ്റ്, കറക്റ്റാണ്. ഇത് 3 MB നമ്മുടെ സൈഡിലേക്ക് വരുന്നല്ലേ? ബാക്കി എല്ലാ രീതിക്കും ഇത് നമ്മൾ ഡോം ടൈപ്പ് അല്ലേ? അല്ലേ? ഇത് 3 MP സൈഡിലേക്ക് വരുന്നത് അല്ലേ? സൈഡിലേക്കും ബാക്കിയുള്ളൂ. ചെറിയ വ്യത്യാസമുള്ള ഓൾമോസ്റ്റ് സെയിമിന് മോഡല് ചെറിയൊരു വ്യത്യാസം. ഇതിന് നമുക്ക് ഈ ഒരു സ്പീക്കറും മെമ്മറി കാർഡും ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇതിന് നമുക്ക് സ്പീക്കർ ഉണ്ടാവില്ല, മെമ്മറി കാർഡ് ഉണ്ടാവില്ല. മറ്റേ 3 MB അല്ലേ? 3 MB 2-way നമുക്ക് സ്പീക്കറും മെമ്മറി കാർഡും ഉണ്ട് ഓപ്ഷൻ ഇതിനകത്ത് തന്നെ. ഓക്കെ സ്പീക്കർ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് വർക്കൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് ഈസിയായി. അപ്പോൾ നമ്മൾ പൈപ്പിലൂടെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഫസ്റ്റ് വയർ നമ്മൾ വലിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പം വയറിങ് കംപ്ലീറ്റ് ആയിട്ട് വേണം ക്യാമറ ഫിക്സ് ചെയ്യാൻ. നമ്മുടെ CCTVൻ്റെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ പുറത്തുനിന്ന് അവർ നമ്മുടെ ഈ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഈ പൈപ്പിലേക്കുള്ള വയറിൻ്റെ ചാനൽ നോക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കിവിടെ ഒച്ചയിപ്പോൾ കേൾക്കാം. ഏതോ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അത് ലോക്കായി നിൽപ്പുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ചാനൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ വയർ അതിൽ കെട്ടിയിട്ട് അവർക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഫസ്റ്റിലത്തെ ഇതിലൂടെ നമുക്ക് സക്സസ്ഫുള്ളി നമുക്ക് കമ്പി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമറയുടെ കേബിളിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നിലവിൽ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് 6 ക്യാമറയാണ്. അതിൽ 2 എണ്ണം 2-way ഓഡിയോ ഉള്ള ക്യാമറയും ബാക്കി 4 ക്യാമറ 1-way ഓഡിയോ ഉള്ള ക്യാമറയാണ്. ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മൾ 2 ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരെണ്ണം 2-way ഓഡിയോ ഉള്ള 4 MP IP ക്യാമറയും അതുപോലെ മറ്റൊരു ക്യാമറ 3 MP 1-way ഓഡിയോ ഉള്ള ക്യാമറയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 1-way ഓഡിയോ ഉള്ള 3 MP IP ക്യാമറയാണ്. CCTVയുടെ വയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് വർക്കുകളൊക്കെ ഓൾറെഡി നമ്മൾ നമ്മുടെ തേപ്പിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നാൽ നമ്മുടെ പ്ലാനിങ്ങിൽ വന്ന ചെറിയൊരു പോരായ്മ കൊണ്ട് നമുക്ക് കുറച്ച് ഓൾട്രേഷൻസ് ചെയ്യേണ്ടി വന്നു ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് 2 ബെഡ്റൂമിൻ്റെയും ബേ വിൻഡോ ആണ്. അപ്പോൾ ബേ വിൻഡോ ഉള്ളത് കൊണ്ട് നമുക്ക് CCTVയുടെ ആക്ച്വൽ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കോട്ടുള്ള വ്യൂ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഓൾട്രേഷൻ ചെയ്തതെന്ന് വെച്ചാൽ നിലവിലുള്ള കേബിൾ ചെയ്തിരിക്കുന്ന പൊസിഷനിൽ നിന്നും ചെറിയൊരു എക്സ്റ്റൻഷൻ, അതായത് ബേ വിൻഡോയുടെ പെർലിങ്ങിലൂടെ തന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് അവിടെ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് അതിലൂടെ CCTV സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ CCTVയുടെ ഫിസിക്കൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ CCTV കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് CCTV വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 പോർട്ടുകളുള്ള നെറ്റ്വർക്ക് സ്വിച്ചാണ്. അതായത് നമുക്ക് ഭാവിയിൽ 2 ക്യാമറയും കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 8 സ്ലോട്ടുകളുള്ള നെറ്റ്വർക്ക് സ്വിച്ചാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു NVRൽ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്യാനും ഹാർഡ് ഡിസ്കിലേക്ക് മൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള NVRുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത്. അതാണ് നമുക്കിപ്പം കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഞാൻ 2 രീതിയിലാണ് വീഡിയോനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ. ഒന്ന് നമ്മുടെ വീട്ടിലെ TVയിലേക്ക് HDMI കേബിൾ ഉപയോഗിച്ചിട്ട് TVയിലേക്ക് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സമയത്ത് ജസ്റ്റ് TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ വിഷ്വൽസിലൊക്കെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് TVയിലൂടെ കാണാം. രണ്ടാമത്തത് TP-Link എന്ന കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വിജി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഈ ക്യാമറയിലുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതായത് 100% ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി നമ്മുടെ വീടിന് ചുറ്റും നടക്കുകയാണെങ്കിൽ എല്ലാ ക്യാമറയിലും വരുന്ന രീതിയിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്യാമറയിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ തന്നെ സെക്കൻഡ് ക്യാമറയിൽ എൻ്റർ ആവുന്ന രീതിയിലാണ് എല്ലാ ക്യാമറയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഒരു വസ്തു നമ്മുടെ വീടിന് ചുറ്റും പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എൻ്റർ ചെയ്താലും നമുക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് എവിടെയും ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ CCTV ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എത്ര കോസ്റ്റാണ് എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായത്, അതുപോലെ തന്നെ ആരാണ് എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് ബേസ് ചെയ്തിട്ടുള്ള BSafe സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് എൻ്റെ വീട്ടിലെ CCTV ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ കുറേ CCTV ടീമുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല കോസ്റ്റും അതുപോലെ തന്നെ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല സർവീസും കിട്ടിയിരിക്കുന്നത് ഇവരുടെ അടുത്ത് നിന്നാണ്. അപ്പം നമ്മൾ CCTV ഇൻസ്റ്റലേഷന് മുമ്പ് പ്രൊജക്റ്റ് ചെയ്തത് 150 മീറ്റർ വയറിംഗ് വേണ്ടി വരുന്നതായിരുന്നു. പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആവശ്യം വന്നു. കാരണം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്യേണ്ട വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 153 മീറ്റർ ടോട്ടൽ പ്രൊജക്റ്റ് ചെയ്തെന്ന് 3 മീറ്റർ എക്സ്ട്രാ വേണ്ടി വന്നുള്ളൂ. 153 മീറ്റർ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കംപ്ലീറ്റ് CCTVക്കുള്ള വയറിംഗ് ചെയ്തു. അതുപോലെ 6 ക്യാമറയും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം എനിക്ക് ഈ കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് നമ്മുടെ ക്യാമറ ഇൻസ്റ്റലേഷനും NVRും ഹാർഡ് ഡിസ്കും വയറിങ്ങും ലേബറും എല്ലാം അടക്കം 42,000 രൂപയാണ് എനിക്ക് ചിലവായത്. ഏകദേശം 42,000 രൂപയ്ക്ക് എൻ്റെ വീട്ടിലെ കംപ്ലീറ്റ് CCTVയുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം ഇനി നമ്മൾ കണ്ണൂർ ജില്ലയിൽ CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് 100% നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വർക്കിൽ. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വീക്കിന് ശേഷമാണ്. ഇതുവരെ പ്രത്യേകിച്ചൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല കോസ്റ്റും ഏറ്റവും നല്ല സർവീസ് എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. സോ ഐ റെക്കമെൻഡ് BSafe സെക്യൂർ സൊല്യൂഷൻസ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും പുതിയ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഉപകാരമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.